12/7/2024 രാത്രി പുഴയിലേക്ക് CG ലൂബ്രിക്കൻസ് ഒഴുക്കിയിരിക്കണ ഈ കാണ പിന്നെയും പിടിച്ചേക്കണാണ്. ഇതകത്ത് നമുക്ക് കയറി നോക്കിയേക്കാണ്. ഇപ്പം ഇതിനകത്ത് വലിയ 3 ടാങ്ക് കിട്ടിയേക്കാണ്. ഇവിടെ വലിയ 3 ടാങ്കുകളിൽ ഫില്ല് ചെയ്തിട്ടേക്കാണ് മാലിന്യ ടാങ്കുകളാണ് അണ്ടർഗ്രൗണ്ട് പോലെ ഇവിടെ പണിതിട്ടേക്കണത്. അതിനകത്ത് നിറച്ചും മൊത്തം ഇത് കണ്ട ഈ വെള്ളമാണ്. നാറിയിട്ട് പാടുള്ളത് ഓയിൽ മയമുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ കുറേ കാണുകളൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ പുറകുവശം ഏത് വഴിയൊക്കെയാണ് ഇവന്മാർ വെള്ളം ബൈപ്പാസ് ചെയ്ത് നമ്മുടെ പുഴയിലേക്ക് വിടണമെന്നുള്ളതിന് വലിയ പരിശോധന തന്നെ നടത്തേണ്ടി വരും. ഇപ്പോൾ കണ്ടെത്തിയേക്കുന്ന സാധനങ്ങൾ ഇത്രയും. ഈ അറ്റം നേരെ അവിടെ നിന്ന് DICയുടെ കാണ വഴി അണ്ടർഗ്രൗണ്ട് വഴി പുഴയിലേക്ക് വിടണേണ്. നമ്മുടെ സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഈ കാണയിൽ കൂടി DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ്റെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാണയിൽ കൂടി വീണ്ടും പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 7-ാം തീയതി ക്ലോഷർ ഓർഡർ കൊടുത്ത CG ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ അതേ കമ്പനിയുടെ അതേ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഇന്നും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പരിശോധന നമ്മൾ ഉൾപ്പെടെ കയറി നടത്തിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ 3 വലിയ അണ്ടർഗ്രൗണ്ട് ടാങ്കുകൾ ഇവിടെ പണിതിട്ടിട്ട് അതിനകത്ത് സ്റ്റോക്ക് ചെയ്തേക്കാണ്. അതിനകത്ത് പല പമ്പുകളുണ്ട്. ആ വഴി രാത്രി കാലത്ത് മഴയുടെ സമയം കൂടി ആകുമ്പോൾ മഴ ഇല്ലാത്തപ്പോഴും ഒഴുക്കാറുണ്ട് ഇവർ. ഈ അടിയിൽ കൂടിയുള്ള ഈ റോഡിൻ്റെ DICയുടെ റോഡിൻ്റെ അണ്ടർഗ്രൗണ്ട് വഴി ഒരു കുടൽ DICയുടെ കാണയിലേക്ക് ഇട്ടിട്ട് ആ വഴി പെരിയാറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും കറുത്ത കളറിലുള്ള ദുർഗന്ധമുള്ള ഓയിൽ കണ്ടന്റുള്ള വെള്ളമാണ് അവൻ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7-ാം തീയതി ഇതേ സാധനം തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഒരു ക്ലോഷർ ഓർഡർ കൊടുത്തിട്ട് പോലും ഒന്നും പരിഗണിക്കാണ്ട് PCB ഒരു വില പോലും ഇല്ലാണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഒരു വിലയും കണക്കാക്കാണ്ട് ഈ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്ന ഇവർക്കെതിരെ ശക്തമായൊരു സമര പരിപാടികൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കൂടാതെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശിച്ചിരിക്കുന്ന നിരീക്ഷണ കമ്മിറ്റിയോട് നമ്മൾ ഈ കാര്യം ധരിപ്പിക്കുകയും അടിയന്തര ഇടപെടലും നടപടികളും ഉണ്ടാകും നമ്മൾ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയ CG ലൂബ്രിക്കൻറ്റിൽ നിന്നും വീണ്ടും മാലിന്യം ഒഴുക്കുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ് നടപ്പിലാക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അതല്ലെങ്കിൽ ഇത്തരം ഈ മഴയത്ത് ഈ സാധനം ഇങ്ങനെ ചെയ്യില്ലല്ലോ. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തി പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. വാൽവ് അടച്ചിട്ടുണ്ടോയെന്നൊരു സംശയം. ഇത് ഇവിടെ